സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ അമേരിക്കൻ വ്യോമസേനയ്ക്ക് നേരെയുണ്ടായ ആക്രമണം പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ പുതിയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അമേരിക്കൻ മാധ്യമങ്ങളായ വാൾ സ്ട്രീറ്റ് ജേണലും റോയിട്ടേഴ്സും പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇറാന്റെ നീക്കത്തിൽ അമേരിക്കൻ വ്യോമസേനയുടെ 5 ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങളാണ് തകർന്നത്. ഏകദേശം 8400 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടം കണക്കാക്കുന്ന ഈ ആക്രമണം അമേരിക്കയുടെ സൈനിക ശേഷിക്ക് മേലേൽപ്പിച്ച വലിയൊരു പ്രഹരമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. തകർക്കപ്പെട്ട ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങൾ അമേരിക്കയുടെ സൈനിക തന്ത്രങ്ങളിൽ അതിനിർണായക പങ്ക് വഹിക്കുന്നവയാണ്. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള ഇവയുടെ കഴിവ് ദൂരസ്ഥലങ്ങളിൽ സൈനിക ഓപ്പറേഷനുകൾ നടത്തുന്നതിൽ അമേരിക്കയെ സഹായിക്കുന്നു. ഓരോ KC-135 വിമാനത്തിനും ഏകദേശം 1400 കോടിയിലധികം രൂപ വില വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ 5 വിമാനങ്ങൾ തകർത്തു എന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഒറ്റയടിക്ക് ഏകദേശം 8400 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇത് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, യുദ്ധതന്ത്രപരമായും വലിയ തിരിച്ചടിയായി കണക്കാക്കപ്പെടുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ഇറാനെതിരെ നീക്കം ശക്തമാക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇത്തരം വിമാനങ്ങൾ ലക്ഷ്യമിട്ടത് എന്നത് പെന്റഗണെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളായ USS എബ്രഹാം ലിങ്കൺ, USS ജെറാൾഡ് ആർ ഫോർഡ് എന്നിവ താൽക്കാലികമായി പിന്മാറിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സൈനിക നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മൊത്തം അധികാര സമവാക്യങ്ങളെയും മാറ്റിമറിക്കാൻ തന്നെ സാധ്യത ഉള്ളതാണ്. വരും ദിവസങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ അടുത്ത പ്രതികരണത്തിലേക്കാണ്. കാരണം ഈ ആക്രമണം വെറുമൊരു സാമ്പത്തിക നഷ്ടം എന്നതിലുപരി വലിയൊരു നയതന്ത്ര വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്.